വീഡിയോ നമ്പർ 13 നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഷീസ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷിയേഷൻ. കോഷീസ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷിയേഷൻ. എന്താണ് കോഷീസ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷിയേഷൻ നോക്കാം. ഒരു ഡിഫറൻഷിയേഷൻ്റെ ഫോം ഇങ്ങനെ ഉണ്ടാകുക: എക്സ് റൈസ് ടു എൻ ഡി റൈസ് ടു എൻ വൈ ബൈ ഡി എക്സ് റൈസ് ടു എൻ പ്ലസ് എക്സ് റൈസ് ടു എൻ മൈനസ് 1 d raised to n minus 1 by y dx raised to n minus plus etc. plus x into dy by dx plus y is equal to 0. ഈ ടൈപ്പിലാണ് ഉണ്ടാകുക. ഓക്കെ, ഇതാണ് കോഷി ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ. കോഷീസ് ഓയിലർ ഇക്വേഷൻ ആണ്. കോഷീസ് ഇതിനെ വിളിക്കുന്ന പേര് കോഷീസ് ഓയിലർ ഇക്വേഷൻ. കോഷീസ് ഓയിലർ ഇക്വേഷൻ. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 അല്ലേ, സം ഫംഗ്ഷൻ ഓഫ് എക്സ് ഉണ്ടാവേ, സം ഫംഗ്ഷൻ ഓഫ് എക്സ് ഉണ്ടാവും. ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സ് സ്ക്വയർ ഡി സ്ക്വയർ പ്ലസ് 2xd പ്ലസ് വൈ 1 into y ഈക്വൽ ടു സൈൻ എക്സ്. ഈ ടൈപ്പ് സാധനം ഇത് കണ്ടോ, 2 2 1 1 പിന്നെ 2ൻ്റെ പവർ 0, അത് കോൺസ്റ്റൻ്റ് ആവണ്ട. അല്ലെങ്കിൽ എസ് ക്യൂബ് ഡി ക്യൂബ് പ്ലസ് 5 എസ് സ്ക്വയർ ഡി സ്ക്വയർ പ്ലസ് 7 എക്സ് ഡി പ്ലസ് 9 ഇൻറ്റു വൈ. 3 3 2 2 1 1 പിന്നെ എക്സ് റൈസ് 0 ഡി റൈസ് 0 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ കോൺസ്റ്റന്റ് വരും. ഈ ടൈപ്പിലുള്ള സാധനം ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ്, ഒരു ഇ റൈസ് ടു എക്സ് സൈൻ എക്സോ എന്തെങ്കിലും ഫംഗ്ഷൻ ഓഫ് എക്സ് ഉണ്ട്. ഇതിനാണ് നമ്മൾ കോഷി, ഇവിടെ 3 3 2 2 1 1 ആ ടൈപ്പിലാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ കൂടെ കോൺസ്റ്റന്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇതിന് എ നോട്ട്, ഇവിടെ ഒരു കോൺസ്റ്റന്റ് A1, പിന്നെ അതിൻ്റെ കോൺസ്റ്റന്റ് AN, അങ്ങനെയാണ് കൊടുക്കാം. ANY, ഇത് AN മൈനസ് 1 ആയിക്കോട്ടെ, ഇത് ANY. കോൺസ്റ്റന്റ് കൂടെ കോൺസ്റ്റന്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട n n n മൈനസ് 1 n മൈനസ് 1, അതേപോലെ ഇവിടെ 3 3 2 2 1 1, ഇവിടെ 2 2 1 1, അങ്ങനെ ആ ടൈപ്പിലാണ് ഉണ്ടാകുക. ഈ ടൈപ്പ് സാധനം വന്നാൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ടൈപ്പ് സാധനം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നമുക്ക് ഞാനിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയാം. ഇപ്പോൾ നമ്മളെ ഇക്വേഷൻ എസ് സ്ക്വയർ എസ് ക്യൂബ് ഡി ക്യൂബ് പ്ലസ് 5 എസ് സ്ക്വയർ ഡി സ്ക്വയർ അല്ലെങ്കിൽ ഒരു 8 എക്സ് ഡി പ്ലസ് 7 ഈക്വൽ ടു സൈൻ എക്സ്, ഈ ഫോർമാറ്റിൽ വന്ന് ഇത് കോഷി ഓയിലർ ഇക്വേഷനാണ്. 3 3 2 2 1 1, ഇത് കോൺസ്റ്റന്റ് എക്സ് റൈസ് 0 ഡി റൈസ് 0 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ ഒരു കോൺസ്റ്റന്റ്. വലത്തെ സൈഡിൽ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇതൊരു കോഷി ഓയിലർ ഇക്വേഷനാണ്. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയ ട്രിക്ക് ഉപയോഗിക്കും. ഇവിടെ ഡിപ്പെൻഡ് ഇവിടെ 7 ഇൻറ്റു വൈ ആണ്, ഇവിടെ വൈ ഇതാണ്, ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. വൈ എല്ലായിടത്തും പുറത്തെടുത്ത് കളഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിങ്ങനെ ഉണ്ടാവുക ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് 5 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ എക്സ് ക്യൂബ് ഇൻറ്റു ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് 8 ഇൻറ്റു എസ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ്
7 ഇൻറ്റു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 10 ഈക്വൽ ടു സൈൻ എക്സ്. ഇങ്ങനെ 3 3 2 2 1 1. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ നല്ല വൈ എന്ത് ചെയ്യാളേ 10 വൈ ഉണ്ട് ഇവിടെ നല്ല ഞാൻ വൈ അങ്ങ് പുറത്തെടുക്കളി. ഇവിടെ വൈ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ടാകുക, എസ് ക്യൂബ് ഇൻറ്റു ഡി ക്യൂബ് ബൈ ഡി എസ് ക്യൂബ്. ഇവിടെ വൈ പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ടാകുക 8 എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 7 എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് പ്ലസ് 10 ഈക്വൽ ടു സൈൻ എക്സ്. ഇങ്ങനെ ഈ ടൈപ്പിലാക്കും. ഇനി ഈ ടേമില്ലേ ഈ ടേം അതിന് പകരം നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഈ സാധനങ്ങൾക്ക് പകരം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ ചെയ്യുന്നതിനാൽ ഇവിടെയുള്ള എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ജിനോഷേ എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ, എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ, എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ആ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് പകരം ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുകയാണ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ടി എന്ന് പറഞ്ഞിട്ട്. അതായത് എക്സിനെ നമ്മൾ എടുത്തേക്ക് ട്രാൻസ്ഫോം ചെയ്ത് ടിയിലേക്ക് മാറ്റി, എക്സിന് നമ്മൾ ഇ റൈസ് ടു ടി എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുക. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഞാൻ എന്ത് ചെയ്യലൊക്കെ മാറ്റി, ടിയിലേക്ക് മാറ്റി. അങ്ങനെ ടിയിലേക്ക് നമ്മൾ മാറ്റുന്ന സമയത്ത് നമുക്ക് ഇതിലുണ്ടാകുന്ന ചേഞ്ചസ്, ഇതിലുണ്ടാകുന്ന കുറേ ചേഞ്ചസ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിലുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ പോവാണേ. നമ്മളെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു പ്രോബ്ലം ആയിരുന്നു ഞാൻ എഴുതാം. ഒരു പ്രോബ്ലം എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഈക്വൽ ടു എസ് ക്യൂബ്. ഒരു സൗണ്ട് ഉണ്ടാക്കലട്ടാ. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് പകരം നമുക്കൊരു ഇത് കണ്ടുപിടിക്കണം. ഇതിന് പകരം ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ ഒരു ഇ റൈസ് ടു ടി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നു. അതായത് എക്സ് എന്ന് പറഞ്ഞ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ടി എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യാം. എക്സ് സമം ഇ റൈസ് ടു ടി ആണെങ്കിൽ ടി സമം എന്തായിരിക്കും, ലോഗ് എക്സ് ആയിരിക്കും. എക്സ് സമം ഇ റൈസ് ടു ടി ആണെങ്കിൽ അപ്പുറം ഇപ്പുറം ലോഗ് എടുത്തെടുക്കുക. അപ്പോൾ ലോഗ് എക്സ് ഈക്വൽ ടു എന്ത് വരും, ലോഗ് എക്സ് ഈക്വൽ ടു ഇപ്പുറം അപ്പുറം ലോഗ് എടുത്തെടുത്താൽ ലോഗ് ഇ റൈസ് ടു ടി എന്ന് വരും. ലോഗ് ഇ റൈസ് ടു ടി എന്ന് പറഞ്ഞാൽ ടി ലോഗ് ഇ ആണ്. ലോഗ് എടുത്താകുമ്പോൾ ഫീൻ്റെ വില 1 ആണ്. അപ്പോൾ ഇത് ലോഗ് എക്സ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞ സാധനം കിട്ടും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർമ്മിച്ച് വെക്കണം. ടി സമം ലോഗ് എക്സ്. അപ്പോൾ എക്സ് സമം ഇ റൈസ് ടു ടിയും ടി സമം ലോഗ് എക്സ് ഓർമ്മിച്ച് വെക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ എക്സ് സമം ഇ റൈസ് ടു ടി അല്ലേ, നമ്മൾ ഡി ടി നമുക്ക് എക്സ് സമം ഇ റൈസ് ടു ടി ആയതുകൊണ്ട് ടി സമം നമുക്ക് എന്ത് എഴുതാം, ലോഗ് എക്സ് എഴുതാം. ടി സമം ലോഗ് എക്സ്. ഇത് നമുക്കറിയാം, ഇത് നമുക്കറിയാം ടി സമം. ഇനി ഞാൻ ഈ സാധനം ഇല്ലേ, രണ്ടാമത്തെ ഈ സാധനത്തിന് ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡി ടി ബൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അപ്പോൾ എന്തൊരു 1/x ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1/x വരും. എക്സ് മാത്രമേ ഉള്ളൂ. ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി സമോ ലോഗ് എക്സ് അല്ലേ. അപ്പോൾ ഡി ടി വിത്ത് എക്സ് ചെയ്യുമ്പോൾ ഡി ടി ബൈ ഡി എക്സ് ഇക്വൽ ടു 1/x. ഇത് മാത്രമേ ഉണ്ടാവും, ഡി ടി ബൈ ഡി എക്സ്. അതവിടെ നിൽക്കട്ടെ, ഡി ടി ബൈ ഡി എക്സ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു, ഡി ടി ബൈ ഡി എക്സ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കട്ടെ. ഇതൊന്നും നിങ്ങൾ പഠിക്കുമൊന്നും വേണ്ടേ, ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് ഡി വൈ ബൈ ഡി എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. എന്തിനാണ് ഡി വൈ ഡി എക്സിൻ്റെ വില കണ്ടുപിടിക്കുന്നത്? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇവിടെ, അതിനൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പോകുക. ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ചെയിൻ റൂൾ എന്നുള്ള സാധനമുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നതിനാൽ ഇവിടെ എനിക്ക് ഇങ്ങനെ എഴുതാം, ഡി വൈ ബൈ ഡി എക്സിന് എനിക്ക് ഇങ്ങനെ എഴുതാം. ഈ ഡി ടിയും ക്യാൻസലായി പോയി ആരായി മാറും, ഇത് ഡി വൈ ബൈ ഡി എക്സിനായി മാറില്ല. അപ്പോൾ ഈ സാധനത്തിന് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഇത് ഡി വൈ ബൈ ഡി ടി ഈ സാധനത്തിന് ഇങ്ങനെ എഴുതി. ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ,
ഡി ടി ബൈ ഡി എക്സ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ ഡി ടി ബൈ ഡി എക്സ്? 1/x. അതിവിടെ കൊടുക്കുക. ഡി ടി ബൈ ഡി എക്സിൻ്റെ വില 1/x. ദിസ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഒരു വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, എന്താണ് ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഇതിനൊരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ഞാൻ കൂടി ചെയ്യുന്നുണ്ട്. ഈ എക്സിന് ഞാൻ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സിനെ മുകളിലോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി. ഇതും അവിടെ നിൽക്കട്ടെ, നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. എക്സ് ഇൻറ്റു ഡി വൈ, എക്സിനെ ഇവിടത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അപ്പുറത്ത് ഡി വൈ ബൈ ഡി ടി അല്ലേ ബാക്കിയുള്ളൂ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ വേറൊരു സാധനം കൂടി ഉണ്ട്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അതിനെയും കൂടി അതിൻ്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഡി വൈ ബൈ ഡി എക്സിനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ലേ? ഡി വൈ ബൈ ഡി എക്സിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആവും. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സിൻ്റെ വില എന്തായിരുന്നു? ഡി വൈ ബൈ ഡി എക്സിൻ്റെ വില ഈ സാധനമല്ലേ, അതിവിടെ കൊടുക്കുക. ഡി വൈ ബൈ ഡി ടി ഇൻറ്റു 1/x. ഓക്കെ, ഇനി നമുക്ക് ഇത് യു വി റൂൾ, ഇത് യു ഇത് വി, നമുക്ക് യു വി റൂൾ അപ്ലൈ ചെയ്യാം. യു വി റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ യു ഇൻറ്റു ഇത് യു ആണ്. ഫസ്റ്റ് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ മൈനസ് 1/x സ്ക്വയർ വരും. 1/xന്റെ ഡെറിവേറ്റീവ് ഇതല്ലേ, പ്ലസ് അടുത്ത വി ഇൻറ്റു എന്ന് പറഞ്ഞാൽ 1/x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇത്. ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഈ സാധനം യു ആണ്, ഡി വൈ ബൈ ഡി ടി. ഓക്കെ, അങ്ങനെ വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇതിന് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു മൈനസ് 1/x സ്ക്വയർ പ്ലസ് 1/x ഇൻറ്റു ഇതിനെ നമുക്ക് എഴുതാം ഡി ബൈ ഡി ടി എന്ന് ഞാൻ ഒന്നും കൂടെ എഴുതുന്നു. എന്നിട്ട് ഇവിടെ ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതാം, ഡി ടി ബൈ ഡി എക്സ് എന്ന് എഴുതാം. ഇതുണ്ടല്ലോ, ഈ ഡി ടി ക്യാൻസൽ ചെയ്താൽ ഇതിലേക്ക് ഡി ബൈ ഡി എക്സ് തന്നെ മാറും. ഓക്കെ, ഇത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി എഴുതിയതാണ്. ഇനി ഈ സാധനത്തിന് ഞാൻ പിന്നെ എഴുതുന്നുണ്ട് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു 1/-1/x സ്ക്വയർ പ്ലസ് 1/x ഇൻറ്റു ഇതെന്താ വരിക? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. ഇത് ഡി ടി ബൈ ഡി എക്സിൻ്റെ വില നമുക്ക് നേരത്തെ അറിയാം. ഡി ടി ബൈ ഡി എക്സിൻ്റെ വില എന്തായിരുന്നു നേരത്തെ പഠിച്ചത്? ഡി ടി ബൈ ഡി എക്സിൻ്റെ ഒരു വില 1/x അല്ലേ, അവിടെ കൊടുക്കുക. ഡി ടി ബൈ ഡി എക്സിന് പകരം 1/x. അപ്പോൾ ഈ സാധനം എന്തായി മാറി? ഇത് ഡി വൈ ബൈ ഡി ടി എന്നാണ്. ഇവിടെ ഞാൻ എഴുതും മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ ഡി വൈ ബൈ ഡി ടി ആണ് ഇൻറ്റു മൈനസ് 1/x. ഇത് എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് സ്ക്വയർ വരും. ഡി വൈ ബൈ ഡി ടി ഇൻറ്റു 1/x സ്ക്വയർ നെഗറ്റീവ് ഇപ്പോൾ ഇട്ടിട്ടുണ്ടേ, പ്ലസ് 1/x സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. ഇപ്പുറത്ത് എന്തെങ്കിലും സാധനം നമ്മളിവിടെ നിന്ന് തുടങ്ങിയേ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിലാണ് തുടങ്ങി. ഇപ്പുറത്ത് സാധനം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, ഈ അടിയിൽ ഒരു എക്സ് സ്ക്വയറില്ലേ, ഈ മൊത്തം ടേമിന് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ സമയം ഒരു മൈനസ്
dy/dt പ്ലസ് d²y/dt². ഇതിനെ മൈനസ് dy എന്ന് വിളിക്കുന്നു. ഇതിനെ പ്ലസ് d²y, സെക്കൻഡ് ഡെറിവേറ്റീവ് d²y. അപ്പോൾ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കോളൂ. ഇത് ആദ്യം എഴുതുന്നുണ്ടേ, d²y മൈനസ് dy. ഇത് d²y മൈനസ് dy എന്നായി. അതായത് ഡി പുറത്തെടുത്താൽ d ഇൻറ്റു d മൈനസ് 1 ഇൻറ്റു y എന്ന് എഴുതും. അപ്പോൾ യഥാർത്ഥത്തിൽ x² ഇൻറ്റു d²y/ds²ന് s² d²y/ds² എങ്ങനെ എഴുതി? s² ഇൻറ്റു d²y/dx² ഈസ് ഈക്വൽ ടു d ഇൻറ്റു d മൈനസ് 1 ഇൻറ്റു y. d ഇൻറ്റു d മൈനസ് 1 ഇൻറ്റു y. d ഇൻറ്റു d മൈനസ് 1 ഇൻറ്റു y. വേറെ നേരത്തെ എഴുതി വെച്ചാണ് ഇത് എക്സ് ഇൻറ്റു dy/dxന് പകരം നമുക്ക് എഴുതാം ഇതിനെ dy എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എക്സ് ഇൻറ്റു dy/dxന് എന്ന് പറഞ്ഞാൽ dy എന്ന് എഴുതി. s² ഇൻറ്റു d²y/ds² ഇപ്പം കിട്ടിയ പ്രകാരം d ഇൻറ്റു d മൈനസ് 1 ഇൻറ്റു y. s³ ഇൻറ്റു d³y/ds³ എന്താ കിട്ടുക എന്ന് പറഞ്ഞാൽ d ഇൻറ്റു d മൈനസ് 1 ഇൻറ്റു d മൈനസ് 2 ഇൻറ്റു y. ഈ ടൈപ്പിലുണ്ടാകുക. ഇത് പഠിച്ച് വെച്ച് ഇത് മാത്രം പഠിച്ചിരിക്കാൻ മതി. എക്സ് ഇൻറ്റു dy/dx dy, s² ഇൻറ്റു d²y/ds d ഇൻറ്റു d മൈനസ് 1 y, s³ ഇൻറ്റു 3 വരുമ്പോൾ 2 വരെ എഴുതുക, d ഇൻറ്റു d മൈനസ് 1 d മൈനസ് 2 ഇൻറ്റു y. ഈ സാധനം മാത്രം മതി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് 3 പഠിച്ചാൽ മതിയേ. 1 2 3. ഇനി 4 വന്നാൽ ഇവിടെ 3 അവസാനിക്കുക. x⁴ ഇൻറ്റു d⁴/dx⁴ ആണെങ്കിൽ d ഇൻറ്റു d മൈനസ് 1 ഇൻറ്റു d മൈനസ് 2 ഇൻറ്റു d മൈനസ് 3 ഇൻറ്റു y ഇങ്ങനെ ഉണ്ടാകുക. ഇത് മാത്രം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രോബ്ലം ചെയ്യാൻ പോവാം. എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന് ഞാൻ അടുത്ത് പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് കോഷീസ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത്രക്കാരൊന്നും എഴുതേണ്ട ആവശ്യമില്ല, പ്രോബ്ലം മാത്രം ചെയ്താൽ മതി. ഒരു പ്രോബ്ലം x² ഇൻറ്റു d²y/dx² മൈനസ് 2x ഇൻറ്റു dy/dx പ്ലസ് 2y ഈസ് ഈക്വൽ ടു s³. ഇതൊരു കോഷി ഓയിലർ ഇക്വേഷൻ. ഇതൊരു കോഷി ഓയിലർ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. s² ഇൻറ്റു ഈ y എല്ലായിടത്തും ഞാൻ പുറത്തെടുക്കുന്നു, d²/dx² മൈനസ് 2x ഇൻറ്റു d/dx പ്ലസ് 2 y എല്ലായിടത്തും പുറത്തെടുത്തു ഈക്വൽ ടു x³. ഇനി ഇതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? ഇതിനെ ഞാൻ x² d² എന്ന് വിളിക്കുന്നു. ഇതിനെയാണ് d² എന്ന് വിളിക്കുന്നത്. മൈനസ് 2 ഇൻറ്റു ഇതിനെ xdനെ d എന്ന് വിളിക്കും പ്ലസ് 2 ഇൻറ്റു y ഈക്വൽ ടു s³. ഓക്കെ, ഇനി നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുക. എക്സ് സമം e⁻t അതായത് എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനെ ടിയിലേക്ക് കൺവേർഷൻ ചെയ്യുന്നത്. അപ്പോൾ ടി സമം എന്തായിരിക്കും എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, log x. ഇത് ഓർമ്മിച്ച് വെക്കണേ. അപ്പോൾ ഇങ്ങനെ എക്സിനെ ടിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട് xdൻ്റെ വില നമ്മൾ d എന്ന് എഴുതുക. s² d²ൻ്റെ വില എന്താ എഴുതേണ്ടത് പറഞ്ഞത്? d ഇൻറ്റു d മൈനസ് s³ d³ എന്ത് എഴുതണം? d ഇൻറ്റു d മൈനസ് 1 d മൈനസ് 2. ഇവിടെ നമുക്ക് s² d² വരെ ഉള്ളൂ. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് എഴുതണം? s² d²ന് പകരം ഞാൻ d ഇൻറ്റു d മൈനസ് 1 എഴുതി. മൈനസ് xdക്ക് പകരം എന്ത് എഴുതും? വെറും d എന്ന് എഴുതുക പ്ലസ് 2 ഇടുക ഇൻറ്റു y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? e⁻t അല്ലേ. അപ്പോൾ s³ എന്തായിരിക്കും? e⁻t⁵, ദാറ്റ് ഈസ് e⁻t⁵ എന്ന് പറഞ്ഞാൽ e⁻3t വരും. e⁻3t. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേഷൻ ഇങ്ങനെയായി മാറി. d ഇൻറ്റു d മൈനസ് 1 ഇൻറ്റു മൈനസ് 2d പ്ലസ് 2 ഇൻറ്റു y ഈക്വൽ ടു e⁻3t. ഇതിപ്പോൾ ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് y ആൻഡ് t ആണ്. വൈയിലും ടിയിലുള്ള ഒരു ഫംഗ്ഷനായി മാറി. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യുന്ന ട്രിക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ സോൾവ് ചെയ്യുന്ന ട്രിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കിക്കോളെ. ആദ്യം ഞാൻ ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. d ഇൻറ്റു d മൈനസ് 1 എന്താ? d² മൈനസ് d മൈനസ് 2d പ്ലസ് 2
ഇൻറ്റു വൈ ഈക്വൽ ടു ഇ റേസ് ടു 3t. ഇവിടെ നമുക്ക് അതും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഡി സ്ക്വയർ മൈനസ് 3d പ്ലസ് 2 ഇൻറ്റു വൈ ഈക്വൽ ടു ഇ റേസ് ടു 3t. ഇത് നമ്മൾ ഇതിന് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഉണ്ടാവും, പർട്ടിക്കുലർ ഉണ്ടാവും. അത് നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഇതാണ് പോയിട്ട് ഡി ഈക്വൽ ടു എം കൊടുക്കുക. അപ്പോൾ എന്ത് വരും? എം സ്ക്വയർ മൈനസ് 3m പ്ലസ് 2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എം മൈനസ് 1 ഇൻറ്റു എം മൈനസ് 2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു 1 2. അപ്പോൾ നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എഴുതുമ്പോൾ നമ്മളെ വേരിയബിൾസ് ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y ആണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ t ആണ്. ഇൻഡിപെൻഡൻറ്റ് ഇത് ഡിപ്പെൻഡൻറ്റ്, ഇത് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇത് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ c1 e റേസ് ടു m1t പ്ലസ് c2 e റേസ് ടു m2t. രണ്ട് വ്യത്യസ്ത റൂട്ടല്ലേ. അപ്പോൾ c1 e റേസ് ടു m1 എന്ന് പറഞ്ഞാൽ 1 ആണ്, c2 e റേസ് ടു 2t. ഇതാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. ഇനി പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കും. പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ താഴോട്ടേക്ക് ഇ റേസ് ടു 3t ബൈ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. ഇ റേസ് ടു 3t ബൈ ഈ സാധനത്തിന് താഴോട്ടേക്ക് ഇടുക, ഡി സ്ക്വയർ മൈനസ് 3d പ്ലസ് 2. പിന്നെ നമുക്ക് ആ 3 എന്ന് പറഞ്ഞ സാധനത്തിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് വരും? 3 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 3 പ്ലസ് 2 9 മൈനസ് എന്ത് വരും? 9 മൈനസ് 9 പ്ലസ് 2. ഇതും വെട്ടിപ്പോയി. അപ്പോൾ അടി എന്ത് വരും? ഇ റേസ് ടു 3t ബൈ 2. ദിസ് ഈസ് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇൻ്റഗ്രലും ചേർത്ത് എഴുതുക, ഇ റേസ് ടു 3t ബൈ 2. ഇതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. പക്ഷേ ഇതുകൊണ്ട് തീർന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ് ആ കാര്യം? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ടി, ടി സമം ലോഗ് എക്സ് അല്ലേ. അപ്പോൾ ഇ റേസ് ടു ടി എന്നതിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? അപ്പോൾ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു c1 ഇ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ എക്സിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. ഇ റേസ് ടു 2t എന്തായിരിക്കും? എസ് സ്ക്വയറിന് ഇതൊരു ഇ റേസ് ടു ടി ഹോൾ സ്ക്വയർ അല്ല, ദാറ്റ്സ് ഇ റേസ് ടു ടി. ഇ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ് സ്ക്വയർ. അപ്പോൾ c2 എക്സ് സ്ക്വയർ പ്ലസ് ഇ റേസ് ടു 3t എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ റേസ് 3t എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് എന്താ വരിക? ഇ റേസ് ടു ടി ക്യൂബ് അല്ലേ. അതായത് ഇ റേസ് 3t അല്ലേ, ഇ റേസ് 3t എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ് ക്യൂബ്. അപ്പോൾ ഈ സാധനം എസ് ക്യൂബ് ആയിരിക്കും. ഇതെന്തായിരിക്കും? എസ് ക്യൂബ് ബൈ 2. അപ്പോൾ നമുക്ക് ആൻസറായി. അവസാനം നമ്മൾ വൈയിലേക്ക് എക്സിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്ത്, അപ്പോൾ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് കോഷീസ് ഓയിലർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ കോഷീസ് ഓയിലർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ചെയ്യാം കോഷിയുടെ. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പരിഹരിക്കാം. ഒന്ന് വേറൊരു ക്വസ്റ്റ്യൻ, എസ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 5 ഇൻറ്റു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 8y ഈക്വൽ ടു 2x ക്യൂബ്. ഇതിനെ നമുക്ക് എഴുതാം എസ് സ്ക്വയർ ഡി സ്ക്വയർ മൈനസ് 5 ഇൻറ്റു എക്സ് ഡി പ്ലസ് 8 y ഈക്വൽ ടു 2x ക്യൂബ്. ഇതിനെ നമുക്ക് എഴുതാം എസ് സ്ക്വയർ ഡി സ്ക്വയറിന് ഡി ഇൻറ്റു ഡി മൈനസ് 1 മൈനസ് 5 ഇൻറ്റു ഡി പ്ലസ് 8. ഇതിന് എസ് ഡി ഇൻറ്റു ഡി മൈനസ് 1, എക്സ് ഡിനെ ഡി എന്ന് എഴുതുക, 8ന് 8 എന്ന് എഴുതുക, എസ് ഈക്വൽ ടു 2x ക്യൂബ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ എക്സിന് ഇ റേസ് ടു ടി എന്ന് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം. അപ്പോൾ എക്സ് ഇ റേസ് ടു ടി ആണെങ്കിൽ എക്സ് ക്യൂബ് എന്തായിരിക്കും? ഇ റേസ് ടു 3t ആയിരിക്കും. അപ്പോൾ 2 ഇൻറ്റു ഇ റേസ് ടു 3t. എക്സിക്കൽ ഇ റേസ് ടു ടി, ടി ഈക്വൽ ലോഗ് എക്സ് ഇവിടെ എഴുതി വെക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സിനെ ഈ ടിയിലേക്ക് മാറ്റി ടി സമം ലോഗ് എക്സ് ആയിരിക്കും. അപ്പോൾ ഈ സാധനം ഇങ്ങനെയൊന്ന് മാറും. ഇനി ഇതിനെ ഡി ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുക, ഡി സ്ക്വയർ മൈനസ് ടി മൈനസ് 5d പ്ലസ് 8 ഇൻറ്റു വൈ ഈക്വൽ ടു 2 ഇ റേസ് ടു 3. എന്ത് വരും? ഈ ഡി സ്ക്വയർ മൈനസ് 6d പ്ലസ് 8 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 2 ഇ റേസ് ടു 3t. അപ്പോൾ വരും ഇത് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ. ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ആണെങ്കിൽ എം സ്ക്വയർ മൈനസ് 6m പ്ലസ് 8 ഈക്വൽ 0. ദാറ്റ് ഈസ് എം മൈനസ് 2 ഇൻറ്റു എം മൈനസ് 4 എം ഈസ് ഈക്വൽ ടു 2 4. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എഴുതാം c1 ഇ റേസ് ടു 2t പ്ലസ് c2 ഇ റേസ് ടു 4t. ദിസ് ഈസ് ദ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. പർട്ടിക്കുലർ എന്ത് കാണാൻ നമ്മൾ ഇതിനെ താഴോട്ടേക്ക് കൊണ്ടുപോകുക.
അതിന് താഴോട്ടേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യാം? താഴോട്ടേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു e raised to 3t by d square minus 6d plus 8. അപ്പോൾ 3 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 9 minus 6 into 3 plus 8. അപ്പോൾ 8 9 17 മൈനസ് 18 -1 വരും. അപ്പോൾ 2 e raised to 3t by -1. ദാറ്റ്സ് ഈക്വൽ ടു -2 e raised to 3t -2 e raised to. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ചേർത്ത് എഴുതാം. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു c1 e raised to 2t c1 e raised to 2t plus c2 e raised to 4t minus 2 e raised to 3t. ഇനി നമ്മൾ നേരത്തെ അറിയാം x ഈക്വൽ ടു e raised to t ആണ്, t ഈക്വൽ ടു log x ആണെന്നൊക്കെ അറിയാം. അതുകൊണ്ട് e raised to t x സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തൊരു e raised to t ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു e raised to t എന്ന് പറഞ്ഞാൽ x സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ എഴുതുന്നത് അവിടെ നമ്മൾ എഴുതുക ഇവിടെ നമ്മൾ e raised to 2t വരാം c1 x സ്ക്വയർ, e raised to 4t വരാം e raised to x raised to 4 minus 2 e raised to 3t വരാം x ക്യൂബ്. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഈ e raised to ഇതിനെ ടീകളെ മുഴുവൻ എന്തിലേക്ക് മാറ്റിക്കുക? ജസ്റ്റ് എക്സിലേക്ക് മാറ്റിക്കുക. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. വേറൊരു ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് s cube into d cube y by dx cube minus 3 s square into d square y by dx square plus 6 into x into dy by dx minus 6y equal 0. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വെച്ചാൽ അപ്പോൾ ഇതിന് നമ്മൾ എഴുതും s cube into d cube minus 3 into s square into d square plus 6 xd. കോമൺ ആയിട്ട് y പുറത്തെടുത്താൽ minus 6 into y equal to 0. y കോമൺ ആയിട്ട് പുറത്തെടുത്തത്. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്തു? x equal to ട്രാൻസ്ഫോർമേഷൻ x equal to e raised to t c is t സമം log x എന്ന് എഴുതി വെക്കുക ആദ്യം. അതിനുശേഷം ഇതിന് പകരം നമ്മൾ എഴുതും d into d minus 1 into d minus 2 എന്ന് എഴുതും. ഇതിന് പകരം -3 into d into d minus 1 d into d minus plus x എന്ന് വരാം 6d minus 6 into y equal to 0. ഇവിടെ നമുക്ക് ആരെ പുറത്തെടുക്കുക? ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. d into d minus 1 into d minus 2 minus 3 into d minus 1 plus 6 into d minus 1. എല്ലായിടത്തും d minus 1 പുറത്തെടുക്കുക. d minus 1 പുറത്തെടുത്താൽ d into d minus 2 minus 3 into d plus 6 d minus 1 into d square minus 2d minus 3d plus 6 y equal 0. d minus 1 into d square minus 5d plus 6 into y equal 0. റൂട്ട്സ് നമുക്ക് എഴുതുക. d ക്ക് m കൊടുത്താൽ m minus 1 into m square minus 5m plus 6 equal to 0. m minus 1 equal to 0. ഇത് സോൾവ് ചെയ്താൽ m minus 1 into m minus 2 കൊടുക്കുക. m minus 2 m minus 3 equal to 0. that is m is equal to 2 3. അപ്പോൾ ഇവിടുന്ന് 1 കിട്ടും. 1 2 3 ഇതാണ് ഇതിൻ്റെ റൂട്ട്സ്. ഓക്കെ, 1 2 3. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് എഴുതാം. y is equal to c1 e raised to m1t plus c2 e raised to m2t plus c3 e raised to m3 3t. that is equal to c raised to 1 2 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. c2 e raised to 2t plus c3 e raised to 3t. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി x is equal to e raised to t ആണ്, t is equal to log x ആണ്. അപ്പോൾ നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ y is equal to c1 e raised to t ക്ക് ഒരു x, e raised to 2t ക്ക് വരാം. ഇവിടെ e raised to t എന്ന് പറഞ്ഞാൽ സ്ക്വയർ ചെയ്താണ്, സ്ക്വയർ എന്ന് പറഞ്ഞാൽ e raised to t സ്ക്വയറില്ല, e raised to t എന്ന് പറഞ്ഞാൽ സ്ക്വയർ വരും. e raised to ഇത് c3 s cube. This is the final answer.
ഓക്കെ.